Here we go. Money, money, making crap for money, money, and money, money, making crap for money, money, yeah. Now, now. ഇതാണോടാ സംസ്കാരം? നിനക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടോ? സമൂഹത്തിൽ നിന്നെ അറിയപ്പെടുന്നുണ്ടോടാ? സ്മോക്കിംഗ് എന്ന ഹാബിറ്റ് നമ്മുടെ സമൂഹത്തിലെ ഒരു മാരകമായ വിപത്താണ്. ഇന്ന് നമ്മൾ സ്മോക്കിങ്ങിനെതിരെ പല ബോധവൽക്കരണം ചെയ്യുന്നുണ്ടെങ്കിലും നമ്മുടെ സമൂഹത്തിൽ ഇന്നും അത് തുടർന്നു വരുന്നുണ്ട്. ടീനേജ് സമയത്താണ് കൂടുതലായിട്ട് ഇതിനോടുള്ള ഒരു ഹാബിറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഞാനൊരു ദിവസം ബീച്ചിൽ പോയ സമയത്ത് അവിടെ ഒരു പയ്യന് ടീനേജർ, അത് മൂന്ന് ഫ്രണ്ട്സ് ആയിട്ടാണ് വന്നത്. അപ്പൊ ഞാൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവര് അവിടെ നിന്നൊരു സിസർ വാങ്ങി കത്തിച്ചുകൊണ്ട് ആ കത്തിച്ച സമയത്ത് അവന്റെ ആറ്റിറ്റ്യൂഡ് തന്നെ മാറുന്നത് കാണണം. കംപ്ലീറ്റ്ലി എന്തോ വലിയൊരാളായി എന്നുള്ളൊരു സംഭവം പോലെ ഭയങ്കരമായിട്ട് ആറ്റിറ്റ്യൂഡിൽ ആണ് ഇരിക്കുന്നത്. സത്യം പറഞ്ഞാല് പൊതു ഏരിയയിൽ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. അത് ഭയങ്കര സ്റ്റൈലായിട്ട് അവന് തോന്നുകയാണ്, അവൻ എന്തോ സംഭവമായിട്ടാണ് തോന്നുന്നത്. അല്ല, എന്താ നിങ്ങളുടെ ഉദ്ദേശം? ശബ്ദം കനിപ്പിച്ച് എന്താ നിങ്ങളുടെ ഉദ്ദേശം? റിയാലിറ്റിയില് ആളുകള് ഒരു ശല്യമായിട്ടാണ് ഇത് കരുതുന്നത്. കാരണം ഈ സ്മോക്കിങ്ങിന്റെ സ്മെല്ല് ഇഷ്ടപ്പെടാത്ത ആളുകൾ, സ്ത്രീകള്, കുട്ടികള് ഒക്കെ ഉള്ള സ്ഥലത്താണ് ഇവൻ ഈ സ്മോക്ക് ചെയ്യുന്നത്. ഞാൻ വെറും കച്ചടയല്ല, മഹാ 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 കച്ചട. അവന്റെ വിചാരം ഇത് വലിയൊരു എന്താ പറയുക ഹീറോയിസം ആണെന്നുള്ളതാണ് അവന്റെ ഒരു വിചാരം. ഇതിന് നമ്മുടെ സിനിമാ മേഖലയും മുതല് ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ. പല കാര്യങ്ങളും ഇതിൽ എന്ത് സപ്പോർട്ട് ചെയ്യും. താഴത്തിപ്പോ എഴുതി കാണിക്കുന്നുണ്ടെങ്കിൽ പോലും ഇതൊരു ഹീറോ ഇത് ഉപയോഗിക്കുന്നതും അല്ലെങ്കിൽ ഹീറോയിസം കാണിക്കുമ്പോൾ ഈ സ്മോക്ക് ചെയ്യുന്നതൊക്കെ ആയിട്ടാണ് ഇതിൽ കാണിക്കുന്നത്. ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മളത് എഴുതി കാണിക്കുന്നുണ്ടെങ്കിൽ പോലും ഇതൊക്കെ നമുക്ക് കുട്ടികളിൽ കൂടുതലായിട്ട് ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതി തന്നെയാണ്. എഴുതി കാണിച്ചുകൊണ്ട് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നതിന് തുല്യമാണ് ഇങ്ങനത്തെ വീഡിയോസ്. അപ്പോൾ നമ്മളിപ്പോ നമ്മുടെ ഒരു BLF നമ്മളിതൊരു ബോധവൽക്കരണം എന്ന രീതിയിൽ നമ്മൾ പറയേണ്ട ഒരു കടമയുണ്ടല്ലോ. അപ്പൊ നമ്മളത് ഇതിലൂടെ ഈ വീഡിയോയിലൂടെ പറയാനാണ് ഉദ്ദേശിച്ചത്. അതായത് നമ്മുടെ യങ് ഏജിൽ, അതായത് ടീനേജ് സമയത്ത് നമുക്ക് നമ്മുടെ ഹോർമോൺസിൽ ചേഞ്ചസ് ധാരാളമായിട്ട് നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ടൈമാണ്. ആ സമയത്ത് മൂഡ് സ്വിങ്സ് നമ്മളാരും ശ്രദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മളാരും ഉൾക്കൊള്ളുന്നില്ല എന്നൊക്കെ ഉള്ളൊരു തെറ്റിദ്ധാരണ നമ്മുടെ കുട്ടികളിൽ വരാറുണ്ട്. പ്രത്യേകിച്ചും ബോയ്സിലാണ് ഇത് വരിക. കഥയാണ്. കാരണം പെൺകുട്ടികൾ പ്രായമാകുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യാനും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും അവരെ വലിയ ആളായി കരുതാനും ആർക്ക് പറ്റുന്നുണ്ട്? പാരന്റ്സിന് പറ്റുന്നുണ്ട്. അവരുടെ ചുറ്റുപാടുള്ള ആളുകളെല്ലാം ലേഡീസിന്, അതായത് പ്രായമായി കഴിഞ്ഞാൽ അവർ വലിയ ആളായി എന്നുള്ളത് പറയും. പക്ഷേ ജെൻസ്, അതായത് ആൺകുട്ടികളിൽ ഇങ്ങനെ ഒരു വലുതായെന്ന് കരുതില്ല. അവർക്ക് 20 വയസ്സായാലും അവർ ചെറിയ കുട്ടികളെ പോലെയാണ് പാരന്റ്സ് അവരെ കരുതുക. ഇപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ അവർക്ക് ഭയങ്കരമായിട്ട് ഒരു അപകർഷബോധം ഉണ്ടാവും. ഞാൻ വലുതായി, എന്നിട്ടും എന്താണ് എന്നെ ഇങ്ങനെ ആരും കെയർ ചെയ്യാത്തത്, എന്നെ വലുതായിട്ട് കാണാത്തത് എന്നുള്ളൊരു തെറ്റിദ്ധ ഉണ്ടാവും. അങ്ങനെ വരുമ്പോഴാണ് ഇവർ കൂട്ടുകെട്ടിലേക്ക് വരുന്നത്. ഈ കൂട്ടുകെട്ടിൽ വരുമ്പോൾ അവിടെ അവർ വലുതായി എന്നുള്ള കാണിക്കാനുള്ള വലിയ ആളുകൾ ചെയ്യുന്ന പ്രവണതകൾ അവർ എന്ത് ചെയ്യും? കോപ്പി ചെയ്യാൻ ശ്രമിക്കും. അതിലൊന്നാണ് ഏത്? സിസർ എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ നമ്മളെ സ്മോക്കിംഗ് എന്ന് പറഞ്ഞ ഹാബിറ്റ് അവർ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ചൂടുള്ള ചായ കുടിക്കുന്നു, ഹാബിറ്റ് സിസർ വലിക്കുന്നു, ഇതൊക്കെ വലിയ ആളുകൾ ചെയ്യുന്നതാണ്. ഈ സിസർ വലി അവർ തുടങ്ങുമ്പോൾ അവർക്ക് തോന്നും അവർ വലിയ ആളായി എന്നുള്ളൊരു തെറ്റിദ്ധാരണ ഉണ്ടാവും. ആ വലിയ ആളായി എന്നുള്ള ധാരണയിൽ ഇവർ എന്ത് ചെയ്യും? ഇത് വലിച്ചു തുടങ്ങും. ഇത് വലിച്ചു തുടങ്ങുമ്പോൾ അവർക്ക് പല സഫോക്കേഷനും പല ബുദ്ധിമുട്ടും ഉണ്ടാവും. ഇതെല്ലാം അവർ തരണം ചെയ്ത് എന്ത് ചെയ്യും? ആളുകളുടെ ശ്രദ്ധ പറ്റണം, ഞാൻ വലുതായി എന്ന് കാണിക്കണം എന്നുള്ളൊരു ധാരണയിൽ ഇവർ ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. പിന്നീട് അത് ശീലമായി മാറും. പിന്നെ അത് നിർത്താൻ പറ്റാത്ത ഒരു ദുരന്തമായി മാറുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പാരന്റ്സിന്റെ സൈഡിൽ നിന്ന് ശ്രദ്ധിക്കേണ്ടത്, ഒരു തന്നോളമായ താനെന്ന് വിളിക്കണം എന്ന് പറഞ്ഞ പോലെ അത് പെൺകുട്ടികളിൽ മാത്രമല്ല ആൺകുട്ടികളെയും നമ്മൾ ആ ഒരു ബഹുമാനം കൊടുത്ത് ആ ഒരു വലുതായി എന്നുള്ളൊരു കാഴ്ചപ്പാടുണ്ടാവണം. പിന്നെ കുട്ടികളിൽ ഒരു ഫിറ്റ്നസിനെ പറ്റിയുള്ള ഒരു ബോധവൽക്കരണം കൊടുക്കണം. അപ്പൊ അവർക്കൊരു ഹീറോയിസം കാണിക്കണം എന്നുള്ളതും അവര് മറ്റുള്ള സമൂഹത്തിന്റെ ഇടയിൽ വളരെ നല്ല രീതിയിൽ നിൽക്കണം എന്നുള്ളതും എന്താണ് നമ്മുടെ ആരോഗ്യത്തിലൂടെയാണ് കാണിക്കേണ്ടതെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. അവർക്ക് ബോധവൽക്കരണം കൊടുക്കണം. അതിന് നല്ല ഫിറ്റ്നസ് സെന്ററിൽ കൊണ്ടുപോയിട്ട് അവരെന്ത് ചെയ്യണം? ജോയിൻ ചെയ്യിപ്പിച്ച് വർക്കൗട്ട് ചെയ്യിപ്പിക്കണം. അങ്ങനെ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് അവർക്ക് മസിൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് നല്ല സ്ട്രോങ് ആകും. ഓട്ടോമാറ്റിക്കലി അവരെ ആളുകളെല്ലാം ശ്രദ്ധിക്കാൻ തുടങ്ങും. അപ്പോൾ അവർ നല്ല രീതിയിൽ, അതായത് ഹെൽത്തി ആയിട്ട് അവരെന്ത് ചെയ്യും? ഫിറ്റ്നസിലേക്കും വർക്കൗട്ടൊക്കെ ചെയ്ത് നല്ല രീതിയിൽ മസിൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് ആരോഗ്യമായിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കും. ഇങ്ങനെയുള്ള ദുഷിച്ച ശീലങ്ങളിലേക്ക്
പോവാതിരിക്കുകയും ചെയ്യും. ഇതിന് പാരന്റ്സ് കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. യുവാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നെ ശ്രമിക്കുന്ന യുവാക്കളെല്ലാം ശ്രദ്ധിക്കുക. നിങ്ങൾ ഇങ്ങനെ ഒരു ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് കംപ്ലീറ്റ്ലി മാറ്റിയെടുക്കേണ്ടതാണ്. നിങ്ങളൊരു സിസർ വലിച്ചിരിക്കുന്നത് സമൂഹത്തിന് ദ്രോഹമാണ് ചെയ്തത്. അന്ന സമയത്ത് നിങ്ങൾ നല്ല ആരോഗ്യവാനായി വളരെ വലിയ ബൈസെപ്സ് ഒക്കെ വെച്ച് വളരെ സ്ട്രോങ്ങില് നിങ്ങൾ സമൂഹത്തിൽ പോയി നിൽക്കുമ്പോൾ നിങ്ങളെ ശ്രദ്ധിക്കാത്തതായിട്ട് ആരും ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ ശ്രദ്ധ പിടിച്ചു പറ്റാനും അല്ലെങ്കിൽ നമ്മൾ മുതിർന്നു എന്ന് അറിയിക്കേണ്ടത് നമ്മളെ ആരോഗ്യത്തിലൂടെ നമ്മുടെ ശരീരത്തിന്റെ വടിവിലൂടെ അല്ലെങ്കിൽ ശരീരത്തിന്റെ സ്റ്റൈലിലൂടെയാണ് നമ്മൾ കാണിക്കേണ്ടത്. ഈ രീതിയിലാണ് നമ്മൾ യുവാക്കള്, അത് നമ്മളെന്നല്ല യുവാക്കള് നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്ത് ബോഡി ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് പോകേണ്ടത്. നീ എന്താടാ ചാണാൻ ചവിട്ടിയ പോലെ നടക്കണത്? ഇങ്ങനത്തെ ഡയലോഗ് പറഞ്ഞാലേ ഇതുപോലെ നടക്കണം. ലൂസ് മോഷൻ സ്മോക്കിംഗ് എന്ന് പറഞ്ഞത് വളരെ ഒരു എന്താ പറയാ ദുരന്തം തന്നെയാണെന്ന് അറിയാം. അല്ലെങ്കിൽ സ്മോക്ക് ചെയ്ത് നമ്മൾ ശീലിക്കുന്നത് നമുക്കല്ലാതെ തന്നെ നമ്മൾ റോഡിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ പലതരം കാർബൺ മോണോക്സൈഡ് ആയിട്ടും അങ്ങനെയുള്ള വായുമലിനീകരണം തന്നെയാണ്. ഇങ്ങനെയുള്ള എയറാണ് നമ്മൾ ശ്വസിക്കുന്നത്. അത് കൂടാതെ നമ്മൾ ഈ ക്യാഷ് കൂടി കൊടുത്തിട്ട് ഇതുപോലുള്ള സ്മോക്ക് ചെയ്ത് നമ്മുടെ ശരീരത്തിന് ഒന്നുകൂടി നമ്മൾ ഡാമേജ് ആക്കരുത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാം, ഫ്രഷ് എയേഴ്സ് കിട്ടാൻ തന്നെ ഇപ്പൊ ചാൻസസ് വളരെ കുറവ്. കാരണം ടൗണിലൊക്കെ ജീവിക്കുന്ന ആളുകൾക്ക് ഗ്രാമീണ അന്തരീക്ഷമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള ചാൻസസ് ഉണ്ട്. ഇവിടെ ടൗൺ ഏരിയയിലൊക്കെ ജീവിക്കുന്ന ആളുകൾക്ക് ഇങ്ങനെയുള്ള ഫ്രഷ് എയർ കിട്ടാൻ തന്നെ ചാൻസ് കുറവാണ്. ഓരോ ദിവസം കഴിയുന്നതോറും നമ്മുടെ എയർ പൊല്യൂട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്നൊക്കെ നമുക്ക് രക്ഷ നേടണമെങ്കിൽ നല്ല രീതിയിൽ ഫിറ്റ്നസും നല്ല രീതിയിൽ എയർ ഇൻടേക്കും ലങ്ങിന്റെ കപ്പാസിറ്റി ഒക്കെ കൂട്ടേണ്ടതും സ്റ്റാമിന കൂട്ടേണ്ടതൊക്കെ വളരെ അത്യാവശ്യമാണ്. അപ്പൊ അതിന്റെ ഇടയിൽ നിങ്ങൾ പോയിട്ട് ഈ കാശും മുടക്കിയിട്ട് ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇങ്ങനെയുള്ള ഒരു ഹാബിറ്റിലേക്ക് പോകരുത്. ഇന്നത്തെ സാഹചര്യത്തിൽ എത്രയാണ് ഇതിന്റെ വില എന്നറിയില്ല, എന്നാലും നമുക്ക് കൂടിയ വിലയാന്നുള്ളത് അറിയാം. അപ്പൊ നിങ്ങൾ ആ സിസേഴ്സും അല്ലെങ്കിൽ ഇന്ന കമ്പനി എന്നല്ല ഏത് ബ്രാൻഡ് വാങ്ങിയാലും അതിനൊരു ചെലവുണ്ട്. ഇത് കുട്ടികളിൽ കൂടുതലായിട്ട് നമുക്ക് ഇൻകം നമ്മുടെ വരുന്ന ഇൻകം നമുക്കത് പോകാനുള്ള ഒരു ചോർച്ചയാണ്. അതായത് നമുക്ക് ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ഹാബിറ്റ് തന്നെ മാറും, നമ്മുടെ ശരീരം കേടാവും, കൂടാതെ നമ്മുടെ സാമ്പത്തികം കൂടി പോകും. നിങ്ങൾ കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടിനെ വാങ്ങുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് നിങ്ങളുടെ കാശ് ഉണ്ടെങ്കിൽ ഒരു ഗ്ലാസ് പാലോ അല്ലെങ്കിൽ ഒരു കോഴിമുട്ടയോ വാങ്ങി കഴിക്കുകയാണെങ്കിൽ അതെങ്കിൽ നിങ്ങളുടെ ശരീരത്തിന് ഗുണം ചെയ്യും. നിങ്ങളുടെ ഇന്നർ ഓർഗൻസ് ഒക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്യും, നിങ്ങളുടെ നെർവൊക്കെ സ്ട്രോങ് ആവും. ഇങ്ങനെയുള്ള പല ഗുണങ്ങളും നിങ്ങൾ ഈ ഹാബിറ്റ് ഒഴിവാക്കിയാലുണ്ടാവും. അപ്പൊ എനിക്ക് യുവാക്കളോടും അതുപോലെ ഈ സ്മോക്കിംഗ് ഹാബിറ്റുള്ള ആളുകളോടൊക്കെ പറയാനുള്ളത്, നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങളെ ഈ ഹാബിറ്റ് നിർത്താനുള്ള വഴികൾ ശ്രദ്ധിക്കുക. നല്ല രീതിയിൽ സമൂഹത്തിന് ഗുണമുള്ള ആളുകളായി മാറുക. അതുപോലെ ഹെൽത്തി ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യുക, നല്ല ശരീരം മെയിൻറ്റെയിൻ ചെയ്യുക. നിങ്ങളൊരു മോട്ടിവേഷനായി മാറുക, മറ്റുള്ളവർക്ക് നല്ലൊരു മോട്ടിവേഷൻ കൊടുക്കുന്ന രീതിയിൽ നിങ്ങളുടെ ശരീരവും എല്ലാം നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക. നല്ല രീതിയിൽ ആരോഗ്യപൂർണ്ണമായി മറ്റുള്ളവർ ശ്രദ്ധിക്കുന്ന ആളായിട്ട് മാറുക. അല്ല ചീത്ത രീതിയിലല്ല നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. സ്റ്റേ ഹെൽത്തി. എന്റെ ജീവിതം ഇങ്ങനെ മാറുമെന്ന് ഞാൻ ഒരിക്കലും ഓർത്തില്ല. എല്ലാം എന്ത് നല്ലതായിരുന്നു. ഒരു നല്ല ഭർത്താവ്, 2 ഓമന മക്കൾ. പക്ഷെ പുകയില എല്ലാം മാറ്റിമറിച്ചു. ഇനി ഈ പടരുന്ന ക്യാൻസർ എന്റെ മുഖത്ത് നിന്ന് മുറിച്ചു മാറ്റേണ്ടി വരും. ഒന്നും ഒരിക്കലും പഴയതുപോലാകില്ല. പുകയില എന്റെ ജീവിതം നശിപ്പിച്ചു. ഖെയ്നി, ഗുഡ്ക, പുകയില, ജർദ, പാൻ മസാല അവ നിങ്ങളുടെ ജീവിതം താറുമാറാക്കും.